ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പളനിയിലോട്ട് പോവാണ് ഗൈസ്. ഫസ്റ്റ് ട്രിപ്പാണ്. ഫസ്റ്റ് എന്തായാലും തീർത്ഥാടനം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ട്രെയിൻ. നമുക്ക് കാണാം ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വർക്കല റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ട്രെയിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. 9:10 ടൈം കൊടുത്തിരിക്കുന്നത്. അമൃത എക്സ്പ്രസ് ആണ്. പളനി വരെയുള്ള ട്രെയിനാണ് ഗൈസ്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഈ ട്രെയിൻ. ഗൈസ്, അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ ഫസ്റ്റൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു ഗൈസ് സീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ടിക്കറ്റിലുണ്ടായിരുന്നതല്ല, ചേഞ്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു സീറ്റ് നമ്പറിന്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ലാസ്റ്റ് ടി കണ്ടു. ഒരു സീറ്റ് കിട്ടി, കിടന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്ര നടത്തിയത് ഗൈസ്. പക്ഷേ രാവിലെ അവിടെ മഴയായതുകൊണ്ട് കാർമേഘങ്ങളും കൊണ്ട് മൂടിയിരിക്കുകയാണ് ഗൈസ്. കോട ഇറങ്ങിയിരുന്നുകൊണ്ട് ഒന്നും വ്യക്തമല്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഗൈസ് ഇത് കൃഷി ഇറക്കിയിട്ടേക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പളനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു പളനിയിലേക്ക് തനിച്ചൊരു യാത്ര നടത്തണമെന്ന്. അത് ദാ ഇവിടെ സാധിച്ചിരിക്കുന്നു. ഫൈനലി പളനിയിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇനി പളനിയിലെ വിശേഷങ്ങളൊക്കെ കാണാം ഗൈസ്. ഇവിടെ മഴയാണ്, മഴ സീസണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പളനിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ട് ഗൈസ് റൂമിലേക്ക്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ പളനിയിലെത്തി. വീഡിയോ ക്ലിയർ അല്ല ഗൈസ്, ക്ഷമിക്കണം. പളനിയിൽ നമ്മൾ രാവിലെ 6 ആയപ്പോൾ എത്തി. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ശുഭോക്കാണ് പേര്. അവിടെ ചെന്നപ്പോൾ അവന്മാർ പറയാം 12 മണിക്ക് റൂമുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് വെളിയിൽ. എന്ത് കഷ്ടമാണെന്നറിയാം. നമ്മൾ പകുതി പൈസയും അടച്ചിട്ട് റൂമും ഇല്ല, വെയിറ്റ് ചെയ്യണം പോലും. ഗൈസ്, ഇത് പളനിയുടെ ഫ്രണ്ട് സൈഡ് റോഡാണ്. നോക്കിയ ഗൈസ്, ഇതാണ് നമ്മൾ തന്നെ നമ്മുടെ നാടിനെ മലിനമാക്കുന്നത്. എവിടെയും ഉണ്ട് ഇത്. ഞങ്ങളങ്ങനെ റെഡിയായി ക്ഷേത്രത്തിലോട്ട് പോകണം ഗൈസ്. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പളനിയിൽ നിന്ന് പോകണം ഗൈസ്. ഇനി നേരെ മധുരയിലേക്കാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി പിന്നെ കാണാം. അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്.